ഹൈബി ഈഡൻ, നിങ്ങൾ ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് എന്താണ് ചെയ്തത്? അവിടെയുള്ള ജീവനക്കാർക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി, അവിടെ വന്നുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി, ഈ ഒരു MP എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ഈ ജീവനക്കാർക്ക്, ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി ചെയ്തത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ്. കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. ഒരു പാർലമെന്റ് അംഗം എങ്ങനെയാകരുത് എന്നതിന്റെ തെളിവാണ് എറണാകുളം MP ഹൈബി ഈഡൻ. പൊതുമേഖല വ്യവസായങ്ങൾ മുതൽ അസംഘടിത മേഖലയിൽ വരെ തൊഴിലാളികൾ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇടപെടാത്ത ട്രേഡ് യൂണിയൻ ഭാരവാഹിയും സ്ഥലം MP-യുമായ ഹൈബി ഈഡനെതിരെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ നടത്തിയ കുറ്റവിചാരണ സദസ്സിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. തൊഴിലാളികളെ മറന്നുകൊണ്ട് കളമശ്ശേരിയെ സംബന്ധിച്ച്, എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് പണിയെടുക്കുന്ന മനുഷ്യർക്ക്, അവർക്ക് ഒട്ടേറെ വേരോട്ടമുള്ള ഒരു നാടാണ് എറണാകുളം പാർലമെന്റ് മണ്ഡലം. എന്നാൽ ഈ മണ്ഡലത്തിലുള്ള ജനപ്രതിനിധി ഹൈബി നമ്മുടെ ഈ നാടിനകത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ, ഈ നാടിനകത്തുള്ള പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി, പ്രത്യേകിച്ച് കേന്ദ്ര പൊതുമേഖലയ്ക്കകത്തുള്ളത് അടച്ചുപൂട്ടുമ്പോൾ, അതുപോലെ ആ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സ്ഥിരമായി ആ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടുന്നതിലേക്ക് നയിക്കുന്ന നിലപാടുകൾ എടുക്കുമ്പോൾ, ഇവിടെ ഏറ്റവും പ്രതിബദ്ധതയോടുകൂടി, തൊഴിലാളികളോട് ആഭിമുഖ്യത്തോടുകൂടി പെരുമാറേണ്ടുന്ന ജനപ്രതിനിധി ആ ചുമതലയിൽ നിന്ന് പിന്നോക്കം പോയി എന്ന് മാത്രമല്ല, സാധാരണ ഒരു കുറ്റം ചെയ്യുമ്പോൾ ആ കുറ്റം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് മൗനാനുവാദം കൊടുക്കുന്ന, അതിനോട് മൗനമായി പ്രതികരിക്കുന്നത്. ഈ ഒരു MP എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ഈ ജീവനക്കാർക്ക്, ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി ചെയ്തത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം ഓർമ്മിക്കണം, ലോകമെമ്പാടും കോവിഡ് എന്ന മഹാമാരിയിൽ വിറങ്ങലിരിക്കുന്ന സമയത്ത് മാത്രമാണ് ശ്രീ ഹൈബി ഈഡൻ ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഓർമ്മ വന്നതെന്ന് തോന്നുന്നു. കാരണം അന്ന് ഒരു 4 or 5 വെന്റിലേറ്ററുകൾ, ഒരു മിനി ബസ് തന്നത് മാത്രം ഒഴിച്ചാൽ മറ്റെന്താണ് ശ്രീ ഹൈബി ഈഡൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്? സ്വന്തം ജീവൻ പോലും മറന്ന്, സ്വന്തം കുടുംബം പോലും ഉപേക്ഷിച്ച് ഈ കേരളത്തിനകത്തെ കോവിഡ് രോഗികൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങൾ ജീവനക്കാർക്ക് വേണ്ടി ഇവ ബാക്കിയുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ നിങ്ങൾ ഹൈബി ഈഡൻ പാർലമെന്റിൽ എന്താണ് ചെയ്തിരുന്നത്? അദ്ദേഹം ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ കണ്ടു 89% ഹാജർ നില. ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറ്റൻഡൻസ് വേണം, മുഴുവൻ 75% കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ കഴിയൂ എന്ന ഒരു ബോധത്തിൽ മാത്രമാണോ, നിങ്ങൾ ഹാജർ നിലനിർത്താൻ വേണ്ടി മാത്രമാണോ കേന്ദ്രത്തിലേക്ക് പോയിരുന്നത് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുന്നത്. മാറ്റത്തിൻ്റെ ചാലകശക്തി തൊഴിലാളി വർഗമാണ്. തൊഴിലാളി വർഗം നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ അവരുടെ അധ്വാനം ചിലവഴിക്കുന്നുണ്ട്. അത് മാനസിക അധ്വാനം, കായികമായിട്ടുള്ള അധ്വാനം, അത് സമൂഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ അവർ ചിലവഴിച്ച് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ചാലകശക്തിയായി വർത്തിക്കുന്നത് തൊഴിലാളി വർഗമാണ്. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത വേനൽക്കാലത്ത് ഈ കാഠിന്യത്തെ അതിജീവിച്ചുകൊണ്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ രാജ്യത്തെമ്പാടുമെന്ന പോലെ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് യാദൃച്ഛികമല്ല തൊഴിലാളികൾ സംഘം ചേരുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ വ്യവസായ സ്ഥിരാകേന്ദ്രമായ നിരവധി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള കളമശ്ശേരിയിൽ തൊഴിലാളികൾ പഴയതുപോലെ തൊഴിലാളികളുടെ എണ്ണം അത്ര ഇല്ലെങ്കിൽ പോലും അവർ ചായക്കടകളിലും പൊതുസ്ഥലത്തുമെല്ലാം സൗകര്യം കിട്ടുമ്പോൾ HILന്റെ ഗതി എന്താണ്, നാളെ IREയുടെ ഭാവി എന്തായിരിക്കും, അടഞ്ഞുപൂട്ടുന്ന ഓരോ വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന ഈ അവസ്ഥയെ സംബന്ധിച്ച് ആശങ്കാകുലരാണ്. അപ്പോൾ ഓരോ വ്യവസായ സംരംഭങ്ങളും അടച്ചുപൂട്ടപ്പെടുമ്പോൾ ഇവിടുത്തെ പാർലമെന്റ് അംഗത്ത് ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന BJP ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ ഒപ്പം നിന്നുകൊണ്ട്
ഇവിടുത്തെ നാട്ടിലെ കൊള്ളയടിക്കുന്ന ഒരു കൊള്ളക്കാരന്റെ കുപ്പായമണിഞ്ഞിട്ടാണ് ഈ പാർലമെന്റ് അംഗം ഇന്ന് ഇവിടെ ജനവിധി തേടുന്നത് എന്നതും കൂടി നാം ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു പോവുകയാണ്. ഈ രാഷ്ട്രീയ വിചാരണയിൽ MP ഹൈബി ഈഡന്റെ ഇത്ര നാളുള്ള പ്രവൃത്തികളാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ MP എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ദീർഘകാലമായി ഇവിടെ ഇരിക്കുമ്പോൾ ഹൈബി ഈഡൻ എന്ത് ചെയ്യുകയായിരുന്നുള്ള ഏതാനും ചോദ്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. യാതൊരുവിധ പ്രസ്താവനകളോ മറ്റോ ഒന്നുമില്ല. 90കളിൽ 10,600ഓളം തൊഴിലാളികൾ നേരിട്ടും 50,000 തൊഴിലാളികൾക്ക് പരോക്ഷമായും ജോലി കൊടുത്തിരുന്ന FACT എന്ന സ്ഥാപനം ദീർഘകാലം കഴിഞ്ഞ് ഇങ്ങോട്ടെത്തുമ്പോൾ 1346 എന്ന തൊഴിലാളികളിലേക്ക് ചുരുക്കി നിൽക്കുമ്പോഴും ലാഭം കൊയ്യുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഈ തൊഴിലാളികൾ, ഈ കമ്പനിയിലെ തൊഴിലാളികൾ അവരുടെ ആനുകൂല്യങ്ങൾ വരെ മാറ്റിവെച്ച് സമരം ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. 249 ദിവസം നീണ്ട പട്ടിണി സമര കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഹൈബി ഈഡൻ FACTക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുകയാണ്. പുതിയ ഗവൺമെന്റിന്റെ, മോദി ഗവൺമെന്റിന്റെ ഈ രാജ്യത്ത് സ്ഥിരം തൊഴിലുകൾ നിഷേധിക്കപ്പെടുന്ന നയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന അഡ്ഹോക് നിയമനങ്ങൾ എന്നത് കേന്ദ്രം ആലോചിച്ചപ്പോൾ തന്നെ നടപ്പിലാക്കിയ കമ്പനിയാണ് FACT. ഈ FACTയിൽ നടത്തുമ്പോൾ ഇതിനെതിരെ ഈ നാട്ടിലെ, പ്രത്യേകിച്ച് ഈ കളമശ്ശേരിയിലെ നിരവധിയായ യുവജന സംഘടനകൾ അവിടെ ബോർഡ് വെച്ച് പ്രതിഷേധിക്കുകയുണ്ടായി. എന്നാൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് തൻ്റെ മണ്ഡലത്തിൽ നിരവധി പേർക്ക് ജോലി കിട്ടുന്ന, അവരുടെ ജോലിയെ തുരങ്കം വയ്ക്കുന്ന ഈ നടപടിക്കെതിരെ MP എന്നുള്ള നിലയ്ക്ക് ഹൈബി ഈഡൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഡ്ഹോക്ക് എന്ന് പറയുന്ന തൊഴിലാളിത്ത അടിമത്ത നിയമനം ഈ കോർപ്പറേറ്റ് പരീക്ഷണം ഈ FACTയിൽ ആരംഭിച്ചപ്പോൾ തൻ്റെ പാർലമെന്റ് മണ്ഡലത്തിൽ തീർത്തും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഇത്തരം നടപടികൾ നടക്കുമ്പോൾ അതിനെതിരെ കമ എന്നുള്ളൊരു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ അതിന് മൗനാനുവാദം നൽകിയ MP ഏറ്റവും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ കരാർ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കരാർ വ്യവസ്ഥകൾ പുതുക്കുവാനോ അതിനനുസൃതമായിട്ടുള്ള സേവന വേതന വ്യവസ്ഥകൾ പുതുക്കി നിശ്ചയിക്കുവാനോ സാധിക്കാതെ പലവട്ടം സമരത്തിലേക്കും സമരം ചെയ്യാൻ പറ്റാത്ത ഗതികേടിലേക്കും ആ തൊഴിലാളികൾ പോകുമ്പോൾ ആ തൊഴിലാളികളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുവാനോ അവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനോ അതിന് പരിഹാരം കാണുവാനോ സമയം കണ്ടാത്ത MP ആണ് ശ്രീമാൻ ഹൈബി ഈഡൻ. ഹൃദയത്തിൽ ഹൈബി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൾട്ടി കളറായിട്ടുള്ള 68 പേജോളം വരുന്ന ഒരു ബുക്ക്ലെറ്റ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിക്കപ്പെട്ട ബുക്ക്ലെറ്റിനകത്ത് ESI ആശുപത്രിയെ സംബന്ധിച്ച് അദ്ദേഹം 10 വരികളിൽ അക്കമിട്ട് നിർത്തുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഉദ്യോഗമുള്ള ESI ആശുപത്രിയിൽ 100 ബെഡുകളുള്ള കിടത്തി ചികിത്സയുള്ള സൗകര്യം 150ആയി ഞാൻ ഉയർത്തുന്നു. എറണാകുളം ESI ആശുപത്രിയിൽ 65 ബെഡുള്ള ആശുപത്രിയെ 100 ബെഡുള്ള ആശുപത്രിയായി ഉയർത്തും. ഡയാലിസിസ് ഉള്ള സൗകര്യം ഏർപ്പെടുത്താൻ കഴിയുന്നു എന്ന് മാത്രമാണ് ആ ESIയുമായി ബന്ധപ്പെട്ട ഹെഡിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പ് വേളയ്ക്കകത്ത് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, സ്വാഭാവികമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പോലും തങ്ങൾക്ക് വിട്ടുകെട്ടിയിട്ടുള്ള സ്ഥാപനത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ബജറ്റിനകത്ത് മാറ്റിവെക്കപ്പെടുന്നത് പോലെ ESI ആശുപത്രിക്കകത്ത് അതിന് വികസനത്തിന് വേണ്ടി കേന്ദ്ര ബജറ്റിനകത്ത് മാറ്റിവെക്കപ്പെടുന്ന തുകയല്ലാതെ അത് നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഓരോ വർഷവും ESI ആശുപത്രികൾക്ക് അനുവദിച്ചിട്ടുള്ള തുകയല്ലാതെ ഒരു നയ പൈസ പോലും MP എന്ന നിലയിൽ ശ്രീ ഹൈബി ഈഡൻ പാർലമെന്റിനകത്ത് അവതരിപ്പിച്ച് വാങ്ങിയിട്ടുണ്ട് എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ MPക്ക് ഈ എറണാകുളം പാർലമെന്റിലെ തൊഴിലാളികൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്. കളമശ്ശേരി HMT പ്രതിസന്ധിയിൽ തന്നെയാണ്. അത്തരത്തിൽ കളമശ്ശേരി HMT പ്രതിസന്ധിയിലാവുമ്പോൾ അല്ലെങ്കിൽ HIയിൽ അടച്ചുപൂട്ടിയപ്പോൾ താങ്കൾ പാർലമെൻറ്റിൽ എന്തെടുക്കുകയായിരുന്നു? അതല്ലെങ്കിൽ മിസ്റ്റർ ഹൈബി ഈഡൻ MP താങ്കൾ ഏതെങ്കിലും തരത്തിൽ HMT ഉൾപ്പെടെയുള്ള കേന്ദ്ര പൊതുമേഖല, HMT മാത്രമല്ല FACT ഉൾപ്പെടെയുള്ള HIL ഉൾപ്പെടെയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരക്ഷരമെങ്കിലും വാതുറന്ന്
സംസാരിക്കുവാൻ താങ്കൾക്ക് കിട്ടിയിട്ടുള്ള കഴിഞ്ഞ 10 വർഷത്തെ സമയത്തിൽ, 10 വർഷം എടുക്കേണ്ട ഈ കഴിഞ്ഞ 5 വർഷത്തെ സമയത്തിൽ താങ്കൾക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? CITU അഖിലേന്ത്യാ സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള, CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്, S രമേശൻ, TA ഹസൈനാർ, PK ദിനേശൻ, കരീം നടക്കൽ, അഡ്വക്കേറ്റ് PM മുജീബ് റഹ്മാൻ, TT രതീഷ്, VS സക്കീർ ഹുസൈൻ, ബിജു മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 95 കളമശ്ശേരി.